ന്യായവിധിയെക്കുറിച്ചുള്ള ദൂത് കേൾക്കാൻ പലർക്കും ഇഷ്ടമില്ല. തങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാത്ത, തങ്ങൾക്ക് നന്മ മാത്രമാണ് വരുവാൻ പോകുന്നതെന്നും ഇപ്പോൾ നിൽക്കുന്നത് പോലെ വ്യർത്ഥമായ പാരമ്പര്യത്തിൻ്റെ ചട്ടക്കൂടുകളെ നല്ലതെന്ന് പറയുന്ന ദൂത് കേൾക്കാനാണ് അനേകരും ഇന്നും ഇഷ്ടപ്പെടുന്നത്. ഇത് അപകടകരമായ ഒരു പോക്കാണ് സുഹൃത്തേ. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യഹൂദ ജാതിക്ക് സംഭവിച്ച ന്യായവിധികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നാം. എന്നാൽ അവർക്കത് സംഭവിക്കുന്നതിന് മുമ്പേ ദൈവം അവർക്ക് നിരവധി തവണ മുന്നറിയിപ്പുകളെ നൽകിയിരുന്നുവെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ദൈവവചനത്തെയും മുഖവിലേക്ക് എടുക്കാത്തത് മൂലമാണ് അവർ ആ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത്. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനത്തിലെ 20 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തോട് മത്സരിച്ച് നിന്ന യെരുശലേമിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് യെരുശലേമിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഒടുവിലത്തെ പ്രവചനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഇവരുടെ മടങ്ങി വരവിനായി എന്തുമാത്രം സമയവും സന്ദേശങ്ങളും കേൾക്കാനുള്ള അവസരങ്ങൾ ദൈവം ഇവർക്ക് നൽകി എന്നോർക്കുക. അശൂര്യരുടെ കാര്യത്തിൽ മുമ്പ് ചെയ്തതുപോലെ പട്ടണത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ വന്ന അന്നുപോലും അതിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മനസ്സായിരുന്നു. ദൈവം ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസറിനെ മടക്കി അയച്ചേനെയും പട്ടണത്തെ ആക്രമിക്കുവാൻ അവനെ അനുവദിക്കാതിരുന്നേനെയും. എന്നാൽ ആ ജനം ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞില്ല. അവസാന നിമിഷം വരെയും ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ ദൈവം നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ മത്സരത്താൽ അവർ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്തു. രണ്ടാമതായി, യെരുശലേമിൻ്റെ ഉപരോധം നടന്ന അന്ന് തന്നെ യെഹെസ്കേലിൻ്റെ ഭാര്യ മരിച്ചു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, അവളെ പ്രതി നീ കരയുകയോ വിലാപം കഴിക്കുകയോ ചെയ്യരുത് എന്ന്. ഇത് വിചിത്രമായിരിക്കുന്നു അല്ലേ? യിരെമ്യാവിൽ നിന്നും യെഹെസ്കേൽ എന്ന മനുഷ്യൻ വളരെ വ്യത്യസ്തനാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അതെ, യിരെമ്യാവ് ഒരു മാതൃഹൃദയമുള്ള വ്യക്തിയായിരുന്നു. അവൻ വിലപിക്കുന്നവനായിരുന്നു. അവൻ നൽകിയ സന്ദേശം അവൻ്റെ ഹൃദയത്തെ തകർത്തു. അവൻ എപ്പോഴും കരയുകയായിരുന്നു. അവൻ്റെ കരച്ചിലിൽ അവൻ കർത്താവായ യേശുക്രിസ്തുവോടും സാമ്യമുള്ളവനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, യെഹെസ്കേൽ എന്ന മനുഷ്യൻ തൻ്റെ ഭാഗം അഭിനയിക്കുന്ന ഒരു നടൻ എന്നതുപോലെയായിരുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വിശദീകരിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ അവൻ്റെ ഭാഗം നന്നായി അഭിനയിച്ചു. പക്ഷേ അത് അവനെ ചലിപ്പിച്ചില്ല. ഇതിലുടനീളം അവൻ ഒരു കടുപ്പമുള്ള വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണല്ലോ ചിലർ പെട്ടെന്ന് കരയും, ചിലർ എന്തൊക്കെ വന്നാലും കരയില്ല. യെഹെസ്കേൽ വാസ്തവത്തിൽ ദൈവത്തിനു വേണ്ടി വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നു. ഈ മൂപ്പന്മാർ കൂടുതൽ യെഹെസ്കേലിൻ്റെ നേരെ തിരിയുന്നത് നോക്കുക. 8-ഉം 14-ഉം അധ്യായങ്ങളിൽ മൂപ്പന്മാർ അവനെ സന്ദർശിക്കുന്നതായും അവൻ അവർക്ക് യഹോവയുടെ സന്ദേശം നൽകുന്നതായും നാം കാണുന്നുണ്ട്. ആ ജാതിക്കു വേണ്ടി ദൈവത്തിൻ്റെ പുതിയ വാക്ക് വല്ലതുമുണ്ടോ എന്നറിയാനാണ് അവർ ഇപ്പോൾ വീണ്ടും അവൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ഏകദേശം BC 590 ഈ സന്ദർശനം. ഇതിന് ശേഷം അധികം താമസിയാതെ, അതായത് BC 588 മുതൽ 586 വരെയുള്ള കാലയളവിൽ യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെട്ടു. ഈ കാലക്കണക്കുകൾ തികച്ചും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. 20-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര,
നീ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരം അരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം. ഈ മനുഷ്യർ വന്നിരിക്കുന്നത് എന്തിനാണെന്നോ? ദൈവത്തെ കുറ്റം പറയാനും പരാതി പറയാനും അത്രേ. അവരെ ന്യായം വിധിക്കുന്നതും യെരൂശലേമിനെ നശിപ്പിക്കുന്നതും ശരിയായ കാര്യമല്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവർക്ക് നൽകുവാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ഇനിയും ഒന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യം ഇല്ലെന്നത്രേ ദൈവം പറയുന്നത്. എന്നിരുന്നാലും അതിൻ്റെ കാരണങ്ങളിലേക്ക് പിന്നെയും അവരുടെ ശ്രദ്ധ ആകർഷിക്കണമെന്ന് ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു. 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിൻ്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്ത് മിസ്രയീം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളി ചെയ്തു. അവരെ മിസ്രയീമിൽ നിന്നും താൻ വിളിച്ച ആ ആരംഭ സമയത്തേക്ക് ദൈവം പോകുകയാണ്. അടിമത്തത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കിയതും മരുഭൂമിയിൽ അവരെ നടത്തിയതുമെല്ലാം താൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും 13-ാം വാക്യത്തിലേക്ക് വരാം. 13-ാം വാക്യം, ഇസ്രായേൽ ഗൃഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എൻ്റെ വിധികളെ ധിക്കരിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ശബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. മരുഭൂമി യാത്രയിൽ വെച്ച് ആ തലമുറ ദൈവത്തോട് മത്സരിച്ചു. അതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ സംഹരിച്ചു കളഞ്ഞു. 21-22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല, എൻ്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവർ എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് അരുളി ചെയ്തു. എങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അത് നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു. നോക്കുക, ആ തലമുറയും ദൈവത്തോട് മത്സരികളായിരുന്നു. അടുത്ത തലമുറയും ദൈവത്തോട് മത്സരിക്കുന്നതായി നാം കാണുന്നു. 26-ാം വാക്യത്തിൽ, ഞാൻ യഹോവ എന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി. ബൈബിളിലെ വിചിത്രമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് സംബന്ധിച്ച് വേദവ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായ ഗതികളാണുള്ളത്. എന്നാൽ ഞാൻ കരുതുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ പറയുന്ന അതേ ചിന്ത തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നത്രേ. അവിടെ നാം വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. ദൈവം തൻ്റെ വചനം ഈ ജനത്തിന് നൽകിയപ്പോൾ അവർ അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവരുടെ സ്വന്തം വഴികളിലൂടെ പോകാൻ ദൈവം അവരെ അനുവദിച്ചു. അങ്ങനെ അവർക്ക് നന്മയായിരുന്ന അതേ നിയമം അവർക്ക് കൊള്ളരുതാത്തതായി തീർന്നു. കാരണം അതവരെ കുറ്റം വിധിക്കുകയും ശിക്ഷിക്കുവാൻ കാരണമായി തീരുകയും ചെയ്തു. സുവിശേഷത്തെ സംബന്ധിച്ചും ഇത് ഇന്ന് സത്യമായിരിക്കുന്നു. നിങ്ങൾ സുവിശേഷം കേൾക്കുകയും എന്നാൽ അത് തള്ളിക്കളയുകയും ചെയ്യുന്നു എങ്കിൽ വാസ്തവത്തിൽ അതൊരിക്കലും കേൾക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിക്കും, ഇല്ലേ? അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരുന്നു എങ്കിലെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസരം വരും. കാരണം സത്യം കേൾക്കാത്തത് കൊണ്ട് രക്ഷാമാർഗത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഒഴിവ് പറയുവാൻ കഴിയില്ല. കേട്ടിട്ടും അനുസരിക്കാത്ത വ്യക്തി തൻ്റെ കുറ്റത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഭയങ്കരമായ ഈ ശിക്ഷാവിധികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം ഈ ജനത്തെ തള്ളിക്കളയുകയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം.
എന്നാൽ ഈ പുസ്തകത്തിൽ ഇവിടെയും അവിടെയുമായി പല ആശ്ചര്യകരങ്ങളായ വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട സമയത്ത് പ്രവചനത്തിൻ്റെ പ്രകാശം ജ്വലിച്ചു നിൽക്കുന്നതായി നാം കാണുന്നു. ഞാൻ 33, 34 വാക്യങ്ങൾ വായിക്കട്ടെ. എന്നാണ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ദൈവം അവരോട് പറയുകയാണ് താൻ അവരെ സ്വന്തം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടി അന്ന് പൂർത്തിയാകും. അന്നാളിൽ എന്ന് പറയുമ്പോൾ ഇന്ന് അവൻ്റെ പ്രവൃത്തി ശരിയായതല്ല എന്ന് പറയുന്ന ആ ജാതി അവൻ്റെ പ്രവൃത്തി ശരിയായിട്ടുള്ളത് തന്നെ എന്ന് പ്രസ്താവിക്കും. 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണ ദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾക്ക, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് തീ വയ്ക്കും, അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകല വൃക്ഷത്തെയും ദഹിപ്പിച്ച് കളയും. ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകയില്ല. തെക്ക് മുതൽ വടക്ക് വരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞു പോകും. തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത്. ചില വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നത് ഇത് യഹൂദയെ സൂചിപ്പിക്കുന്നു എന്നാണ്. മറ്റു വിധത്തിലും ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും ഇത് തെക്കാണ്. ഒരിക്കൽ അത് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. എന്നാൽ ദൈവം അതിനെ ന്യായം വിധിച്ചു. അതിനെ നീക്കിക്കളയുമെന്ന് ദൈവം പറഞ്ഞു. ചരിത്രത്തിൽ അത് നിറവേറുക തന്നെ ചെയ്തു. ഇനി നാം യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രവചന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് 21-ാം അധ്യായം. മശിഹ വരുന്നത് വരെ ദാവീദിൻ്റെ വംശാവലിയിലെ ഒടുവിലത്തെ രാജാവിനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നീക്കിക്കളയുന്നതിനെ ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം കാണുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. യെഹെസ്കേൽ ഇത് 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അതെ, ഒന്നുകിൽ ഇത് ദൈവം പറയുന്നതാകുന്നു എന്ന് താങ്കൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ യെഹെസ്കേൽ കള്ളം പറയുന്നതാകുന്നു എന്ന് ചിന്തിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരിക്കലും യെഹെസ്കേലിൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളും അവൻ്റെ അഭിപ്രായങ്ങളും അല്ല. ഇത് ദൈവം അവന് നൽകിയ ദൂത് തന്നെയാണ്. പ്രവാചകൻ്റെ തോന്നലുകൾ തൻ്റെ സന്ദേശത്തിൽ അധികം കയറിക്കൂടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവൻ തൻ്റെ വികാരങ്ങളിൽ ആഴ്ന്നു പോയെന്നും താൻ പറഞ്ഞ ഓരോ വാക്കുകളിലും അത് സ്വാധീനിച്ചു എന്നും ചിന്തിക്കുന്നത് ശരിയല്ല. അവൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവം അവനുള്ള നിയോഗം നൽകുമ്പോൾ അവനോട് പറഞ്ഞത് അവൻ സംസാരിക്കേണ്ടത് മത്സരികളോടാണെന്നും അവർ കടുത്ത നെറ്റിയും കഠിന ഹൃദയമുള്ളവരാണെന്നും ദൈവം പറഞ്ഞു. മാത്രമല്ല അവൻ്റെ നെറ്റിയെ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കുമെന്നും ദൈവം അന്ന് പ്രവാചകനോട് പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ കടുപ്പം അല്പമെങ്കിലും അവൻ്റെ ഹൃദയത്തിലേക്കും ഇറങ്ങിയിരിക്കാം, ഇല്ലേ? അങ്ങനെ അവനും യഥാർത്ഥത്തിൽ ആ ജനത്തോടൊപ്പം തന്നെ നിന്നു. അവൻ്റെ വികാരങ്ങൾ അവൻ്റെ ദൂതിൽ കണ്ടിരുന്നെങ്കിൽ അവൻ നൽകിയ ദൂതിനാൽ അവൻ ശരിക്കും തകർന്നു പോകുമായിരുന്നു. 21-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, മനുഷ്യപുത്ര, നിന്റെ മുഖം യെരൂശലേമിന് നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്നൂരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും. പ്രിയ സുഹൃത്തെ, ഇതുവരെയും ദൈവം തൻ്റെ ദയ അവരുടെ മേൽ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ന്യായവിധി അനിവാര്യമായിരിക്കുന്നു. ഇനിയും അതിനെ ഒഴിവാക്കുവാൻ മറ്റ് യാതൊരു മാർഗവുമില്ല. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ നേരെ പുറപ്പെട്ടു.
തൻ്റെ പട്ടണമായ യെരുശലേമിനെക്കുറിച്ച് ദൈവം ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ദൈവം പറയുകയാണ്, എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളയും. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? നീതിമാനെയും നശിപ്പിക്കുമെന്ന്. ആരാണ് ഈ നീതിമാന്മാർ? അതെ, അത് ദൈവം നീതീകരിച്ചവരല്ല, തങ്ങൾ നീതിമാന്മാരാകുന്നു എന്ന് സ്വയം പറഞ്ഞു നടന്നവരത്രേ ഈ പറയുന്ന നീതിമാന്മാർ. സ്വന്തം പ്രവർത്തികൾ കൊണ്ട് നീതി ചെയ്യുവാനായി ശ്രമിക്കുന്നവർ. നമ്മുടെ ഇക്കാലത്തും ഇത്തരത്തിലുള്ള നീതിമാന്മാർ ഉണ്ടല്ലോ. അവർ സഭയുടെ അംഗങ്ങളായി അറിയപ്പെടുന്നു എങ്കിലും അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. അവർ ആചാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്, അവർ വളരെ മതഭക്തരാണ്, സഭാഭക്തരാണ്. പക്ഷേ അവർ ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ ഏകരക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്തതിനാൽ അവർക്ക് ദൈവത്തിൻ്റെ കരുണയോ കരുതലോ ലഭിക്കയില്ല എന്നത്ര ദൈവം പറയുന്നത്. അനേകരും പാപത്തിൻ്റെ പുണ്ണിൽ മതത്തിൻ്റെ ബാൻഡേജ് ഒട്ടിച്ച് കഴിയുകയാണ്. പ്രിയ സുഹൃത്തെ, ആ മുറിവ് താങ്കളെ അപായപ്പെടുത്തുന്നതിന് മുമ്പേ മതത്തിൻ്റെ ആ പഴയ ബാൻഡേജ് പൊളിച്ചെറിഞ്ഞ് ആ വ്രണത്തിന് ദൈവവചനത്തിൻ്റെ ചികിത്സ ചെയ്യൂ. പാപത്തിൻ്റെ വ്രണം ക്യാൻസർ പോലെയാണ്. അതിൻ്റെ പുറത്തൊരു ബാൻഡേജ് ചുറ്റിയാൽ അത് സുഖപ്പെടില്ല സുഹൃത്തെ. അതിന് പുറത്ത് കുറച്ച് പൗഡർ ഇട്ടാൽ അത് മണക്കില്ല സുഹൃത്തെ. മതഭക്തനായതുകൊണ്ട് താങ്കൾക്ക് പാപത്തിൻ്റെ വ്രണത്തെ സുഖപ്പെടുത്താനാവില്ല. ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളയുമെന്ന്. മതകർമ്മങ്ങൾ ചെയ്ത് നീതിമാനായും അതുപോലെ ദൈവാനുഗ്രഹം പ്രാപിച്ചും ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവരോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. 4-ാം വാക്യം, ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളവാൻ പോകുന്നത് കൊണ്ട് തെക്ക് മുതൽ വടക്ക് വരെ സകല ജഡത്തിനും വിരോധമായി എൻ്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും. നോക്കുക, ദൈവം തൻ്റെ വാൾ ഉറയിൽ നിന്നും ഊരി തെക്ക് മുതൽ വടക്ക് വരെയുള്ള സകലർക്ക് നേരെയും തിരിയാൻ പോകുന്നു. 5-ാം വാക്യത്തിൽ കാണുന്നത്, യഹോവയായ ഞാൻ എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡവും അറിയും, അത് ഇനി മടങ്ങിപ്പോരുകയില്ല. ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ വാൾ മടങ്ങിപ്പോരുകയില്ല എന്ന് ദൈവം പറയുന്നു. ഇവിടെ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ യെഹെസ്കേലിനോട് പറയുന്നത് ശ്രദ്ധിക്കുക. 6ഉം 7ഉം വാക്യങ്ങളിൽ, നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടികെ നെടുവീർപ്പിടുക, അവർ കാണെ കഠിനമായി നെടുവീർപ്പിടുക. എന്തിന് നെടുവീർപ്പിടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത് ഒരു വർത്തമാനം നിമിത്തം തന്നെ. അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞു പോകും, ഏത് മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേലിൻ്റെ തോന്നലുകൾ ഇതിലുണ്ടോ എന്ന് പറയാൻ ഞാൻ തുനിയുന്നില്ല. അവൻ കഠിനമായി നെടുവീർപ്പിടുകയാണ്. എന്നാൽ ഇത് അവൻ സ്വാഭാവികമായി ചെയ്യുന്നതല്ല, ദൈവം പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് അവൻ ഇവിടെ അങ്ങനെ അഭിനയിക്കുന്നു എന്ന് ഞാൻ പറയും. എന്നിരുന്നാലും അവൻ ദൈവത്തിൻ്റെ ഹൃദയം ഇതിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ ദൃഷ്ടാന്തം കാണിക്കുന്നതിൽ ജനങ്ങൾ യെഹെസ്കേലിനോട് എതിർപ്പ് കാണിച്ചോ? 20-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യത്തിൽ യെഹെസ്കേൽ പറയുന്നത്, അയ്യോ യഹോവയായ കർത്താവേ, ഇവൻ മറപൊരുൾ അല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സന്ദേശം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നത്രേ അവർ പറഞ്ഞത്. വാസ്തവത്തിൽ അത് കിട്ടുവാൻ അവർ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. കാര്യങ്ങൾ മോശമായി തീരുവാൻ പോകുന്നു എന്ന് കേൾക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപമകളും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതെന്നും നിഗൂഢം എന്നുമൊക്കെ തോന്നാറില്ലേ? പക്ഷേ അത് ഗ്രഹിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ബുദ്ധിമുട്ടുള്ളതല്ല. യെഹെസ്കേൽ പറയുന്നത് എന്താകുന്നു എന്ന് അവൻ്റെ മതനേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അവനെ അവർ വെറുത്തതിൽ നിന്നും അത് വ്യക്തമാകുന്നില്ലേ? ഈ മതനേതാക്കൾക്ക് എതിരെയാണ് കർത്താവിൻ്റെ ന്യായവിധിയുടെ വാക്കുകൾ എന്ന് അവർ തീർച്ചയായും അറിഞ്ഞിരുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത്
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറക. കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു, മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ? അതെൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു. യെരുശലേം പട്ടണത്തെ ദൈവം ന്യായം വിധിക്കുവാൻ പോകുകയാണ്. ഇത് എത്ര ഭയങ്കരമായിരിക്കും നോക്കുക. യെരുശലേം പട്ടണത്തെക്കുറിച്ച് എത്രയും അധികം താല്പര്യമുള്ള ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നുള്ള ഈ വാക്കുകൾ എത്രയോ ഭീതികരവും ഞെട്ടിപ്പിക്കുന്നതുമായിരിക്കുന്നു. അതെ, ആ പട്ടണത്തിന്മേലുള്ള ന്യായവിധിക്ക് ഇപ്പോൾ ഒഴികഴിവില്ലാതിരിക്കുന്നു. താൻ ആ പട്ടണത്തെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അതിനെ നോക്കി കരഞ്ഞത് ശ്രദ്ധിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. ഈ ന്യായവിധി എത്ര ഭയങ്കരമായിരുന്നു! ഇതറിയണമെങ്കിൽ AD 70 തീത്തോസ് ചക്രവർത്തി വന്ന് ആ പട്ടണത്തെ നശിപ്പിച്ചതിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. യെഹെസ്കേലിൻ്റെ കാലത്ത് നെബൂഖദ്നേസർ അതിനോട് ചെയ്തതിന് തുല്യമായി തന്നെ അത് നശിപ്പിക്കപ്പെടുകയായിരുന്നു. താൻ എന്തു ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ദൈവം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരു വിധത്തിലും ഇതൊരു പുതിയ സന്ദേശമല്ല. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും, യഹോവയുടെ നിഹിതന്മാർ വളരെ ആയിരിക്കും എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 24-17 പിന്നെയും നാം കാണുന്നത്, ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടു എന്നത്ര ന്യായവിധി വരുന്നു, അതുകൊണ്ട് യെഹെസ്കേൽ നെടുവീർപ്പിടേണ്ടിയിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും എന്ന്. യെഹെസ്കേൽ നെടുവീർപ്പിട്ട് കരയണമായിരുന്നു. കാരണം ദൈവം ഇപ്പോൾ ന്യായവിധിയുടെ വാൾ പുറത്തെടുത്തിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഇക്കാലത്തും ന്യായവിധി ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി. യെഹെസ്കേലിൻ്റെ കാലത്ത് ഇതൊരു ജനപ്രീതി ആർജിച്ച, അതായത് പലരും ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശമായിരുന്നില്ല. ഇന്നും അതങ്ങനെ തന്നെയാണ്. ദൈവം നിങ്ങളെ നോക്കുമ്പോൾ, ദൈവപ്രീതിക്കായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കുമ്പോൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നറിയണമെങ്കിൽ നിങ്ങൾ ദൈവവചനം പഠിച്ചേ മതിയാകും, ദൈവത്തിൻ്റെ ആലോചനകൾ അനുസരിച്ചേ മതിയാകും. സുരക്ഷിതമായ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ മാർഗം അത് മാത്രമാണ്. ആ മാർഗത്തിലേക്ക് നാം വരുന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അത് നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും. നാം മറ്റുള്ളവർക്കും ദൈവത്തിനും ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്തിരുന്ന ജനമായിരുന്ന ഇസ്രയേൽ ജാതിക്ക് സംഭവിച്ചത് ചരിത്രത്തിലെ മായാത്ത ഏടുകളാകുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് പറഞ്ഞതുപോലെ അവരുടെ ഭവനം ശൂന്യമായി തീർന്നു. തങ്ങളുടെ ദൈവത്തോട് മത്സരിച്ച ആ ജനത്തിന് സംഭവിച്ചതൊക്കെയും ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവിടുത്തെ കരുണയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.